എല്ലാവർക്കും ഓരോ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ചക്ക വരട്ടിയതും അതേപോലെ തന്നെ കോഴിക്കട്ടയും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ചക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ ചക്ക ഇടുന്നതും അതേപോലെ തന്നെ ചക്ക നന്നാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ചാനലിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിൽ പോയാൽ വായോട്ടാ. ഞാനുണ്ടല്ലോ നോക്കിയേ, നമ്മുടെ ചക്ക ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതാ തീ കത്തിച്ച് ഒരു ഉരുളി ഇതാ അടുപ്പമ്പോൾ കയറ്റി ഇതാ ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യണത് രണ്ട് ടീസ്പൂൺ നമ്മൾ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് അത്യാവശ്യം നന്നായി വേണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണുള്ളൂ. നെയ്യ് ഒന്നും ഉരുകി വരട്ടെ കേട്ടോ. നമ്മൾ നെയ്യ് നോക്കിയേ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കി നമ്മൾ ഈ അടിച്ചുകൊണ്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നമ്മുടെ ഈ ചക്കയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. എങ്കിലും നമ്മൾ കുറച്ച് ശർക്കരയ്ക്ക് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന പോലെ നല്ല രസത്തിലിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു 300 അടിക്ക് ബെല്ലെടുത്തിട്ടുണ്ട്. അതിലേക്കിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചക്ക തിളച്ച വരുന്നതോട് കൂടി തന്നെ നമ്മുടെ ഈ ബെല്ലും ഉരുകി കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ബെല്ലെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മറയൂർ ശർക്കരയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കരടുകളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് സാധാരണ ബെല്ലാണെങ്കിൽ നമ്മളത് ഉരുക്കിയിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മളിനി തുടക്കമൊന്നും നമ്മുടെ കയ്യമ്മയ്ക്ക് പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഈ ചക്കയിലത്തെ എന്താ പറയുക നന്നായി ചൂടൊക്കെ ആയി വരില്ലേ, അപ്പോൾ പൊട്ടിത്തെറിച്ച് തുടങ്ങും. അപ്പോൾ എപ്പോഴും ഒരു മിനിമം അകലെ നിന്നിട്ട് വേണ്ടി വരും നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇളക്കാം. ഇപ്പം നോക്കിയേ നമ്മുടെ ചക്ക തിളച്ച് വരുന്നതിനനുസരിച്ച് കണ്ട ബെല്ലുരുകി വരുന്നേ, അങ്ങനെ ഒരു എളുപ്പം കൂടി ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക കരടുള്ള ബെല്ലൊക്കെ കിട്ടണ കാരണമായിരുന്നു നമ്മളിങ്ങനെ ബെല്ലുരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ നമ്മുടെ അമ്മമാരെ ചക്ക വേവിച്ചിട്ട് അതിന് ശേഷമാണ് ഉള്ളിലിട്ടിരുന്നത്. ഇപ്പം നമുക്ക് മിക്സിങ് സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് നമ്മൾ ചക്കച്ചുള വേവിക്കാണ്ട് മിക്സിയിലിട്ട് അടിച്ച് ഇതിലേക്ക് ഇട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറേ എളുപ്പങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ചക്ക വരട്ടുമ്പോൾ. നമ്മുടെ ഈ ചക്ക വരട്ടണതില്ലേ, വരട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ നന്നായിട്ട് കഴച്ച് പൊട്ടും. പക്ഷേ കഴിക്കണ നേരത്തില്ലേ ഇതൊക്കെ മറന്ന് നമ്മൾ കഴിക്കും. അതാണ് ഈ ചക്ക വരട്ടേണ്ട ഒരു പ്രത്യേകത. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കുന്നു. ഇപ്പം നോക്കിയേ നമ്മുടെ ഈ ചക്കയിലത്തതാ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കണ്ട. മുന്നിട്ട പോലെയല്ല, കുറച്ചിട്ടാ ഇനിയും കുറേ നേരം വേണം. പിന്നെ ഒരുവിധം ആശ്വസിക്കാനുള്ള അത്രയും വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കണ്ട. നമുക്കിങ്ങനെ ഉരുളിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അറിയാം ആ കുറച്ച് വെള്ളം വറ്റിയതിൻ്റെയാണ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കിട്ടുന്നത്. കാരണം അടിയെ പിടിക്കാൻ പാടില്ല. അതാണ് നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കണമെന്ന് പറയണത് കേട്ടാ. ഇപ്പോൾ നോക്കിയേ നമ്മുടെ ചക്ക വരട്ടിയിട്ട് ഇതാ ഇത് എത്രയായിട്ടാ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇപ്പോൾ നോക്കിയേ ഇത്ര നേരം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ കണ്ട ഇത്രയ്ക്കായിട്ടാണ്. അപ്പം ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് പറയണു നോക്കിയേ എത്രയായിരുന്നു. അപ്പോൾ അതായത് ചക്ക
വരട്ടാൻ നിൽക്കണവർക്കൊരു ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇത് ഇത്രയ്ക്കായിട്ടുള്ളൂ എന്ന് പറയണേ. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് നമ്മുടെ ഈ ചക്ക വരട്ടണത്. പിന്നെ ഇതേപോലെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ബെല്ലം ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല ബെല്ലാണെങ്കിൽ നേരിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ആയി വന്നപ്പോൾ നമ്മളതിലേക്ക് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല, നെയ്യൊക്കെ ഇത്തിരി കൂടുതലിട്ടാലേ നമുക്കിതൊരു വർഷത്തോളം കേടാവാതിരിക്കും. അപ്പം ഞാനിത് കുറച്ചും കൂടി നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റും കൂടും, അതേപോലെ കേടാവാതിരിക്കാനും കൂടിയാണ് നമ്മൾ കൂടുതൽ നെയ്യൊക്കെ ഇട്ടിട്ട് ആക്കണത് കേട്ടോ. കണ്ട നെയ്യൊക്കെ വരുമ്പോൾ നമ്മുടെ ചക്ക വരട്ടി വരുന്നതിനനുസരിച്ച് ഇത് ഈ ഉരുളിയിൽ കിടന്ന് ഇങ്ങനെ ഓടും. അപ്പോൾ അതായത് ഉരുളിയിലൊന്നും തീരെ പിടിക്കില്ല, ആ രീതിയിലായി കിട്ടും നമുക്ക്. ഇതേപോലെ അങ്ങനെ ഉരുട്ടി എടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് എന്താ പറയുക ചക്ക എടുക്കണ പാകം. ഇപ്പോഴായിട്ടില്ല, കുറച്ചും കൂടി വറ്റണം കേട്ടോ. നമ്മുടെ ചക്കയിലത്തെ വെള്ളം കുറച്ചും കൂടി ഉണ്ട്. ചക്ക നോക്കിയാൽ വരട്ടി ഏതാണ്ട് ഈ ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം ചുക്ക്, ഒരു 5 ഏലക്കായ, 1 ടീസ്പൂണ് നമ്മുടെ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് പൊടിച്ച് നോക്കണത്. അപ്പോൾ അതായത് ടീസ്പൂണ് പഞ്ചസാര ഇടാൻ കാണുന്നുണ്ട്, ഇത് പൊടിക്കാനായിട്ട് എളുപ്പത്തിലാണ്, വേഗം പൊടിഞ്ഞു കിട്ടും. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചക്ക വരട്ടി കഴിയുമ്പോഴേ നമുക്ക് ഉണ്ടല്ലോ അലുവ കഴിക്കില്ലേ, ആ ഒരു അതേപോലെ തോന്നാട്ടോ. അത്ര രസമായിരിക്കും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഏതാണ്ടായി. ഇനിയിപ്പോൾ അധികം സമയമൊന്നും ഇല്ല, ഒരു 5 മിനിറ്റ് കൂടി നേരം കണ്ട. ഇപ്പോൾ ഇതിലാക്കുമ്പോൾ കണ്ട നമ്മുടെ ഉള്ളിയിലൊന്നും ഇങ്ങനെ പിടിക്കാണ്ടായി തുടങ്ങി കണ്ട. നമുക്ക് ഇങ്ങനെ ഇളക്കുമ്പോഴേ അറിയാം അത് ഓടി നടന്നു തുടങ്ങി കണ്ട. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നേരമാണ് ഞാനിനി ഒന്ന് ആക്കിയെടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ നോക്കിയേ ചക്ക വരട്ടിയത് അതാ റെഡി ആയിട്ടാ കണ്ട. നല്ല ഇങ്ങനെ ഉരുണ്ട് കിട്ടുന്നുണ്ട് നമുക്കിങ്ങനെ ആക്കുമ്പോൾ. ഇത്രേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാട്ടാ. നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ കണ്ട ഇതാണ് പാകം. ചക്ക വരട്ടി ആയി എന്നുള്ളതുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഇതാ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഞാനിതാ 2 കിണ്ണോ ഒരു ചെറിയ ഡെവറൊക്കെ എടുത്തിട്ടുണ്ട്. ഏതിലേക്കൊക്കെ ഉണ്ടാവാന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നെയ്യ് നമ്മൾ ഓൾറെഡി ഉണ്ട്, എങ്കിലും ഞാൻ നമ്മുടെ ഈ പാത്രത്തിന്മേൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ഒരു അലുവ പോലെ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ തുണ്ട് നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്കതേ വയ്ക്കുക. എന്ത് രസമല്ലോ, കഷ്ണം എണ്ണ പോലെ കേട്ടാ. എന്നിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആ ടീസ്പൂൺ കൊണ്ട് നോക്കിയാൽ എനിക്ക് നീക്കി പിടിക്കണ്ടേ, ഇങ്ങനെ ആക്കിയാൽ മതി. എന്ത് ഭംഗിയാന്ന് നോക്കിയേ ആയി വരുമ്പോൾ. ഇനി ഇതിലെന്നെ ഇങ്ങനെ ഇരുന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് 1 വർഷം വരെ ഇതിങ്ങനെ കേടാവാതിരിക്കും, അങ്ങനെയും ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം നമ്മൾ എന്തെങ്കിലും ചൂടാറി കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിൽ വയ്ക്കും. പണ്ടൊന്നും അമ്മമാർ ഇത് പുറത്ത് തന്നെയാണ് വെക്കുക, ഒരു കേടും വരില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതാ റെഡി ആയിട്ടാ. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഞാൻ ഒരു ചെറുതായിട്ടൊരു കിണ്ണത്തിൽ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ശരിക്കും നെയ്യ് പുരട്ടണ്ട, കാരണം നമ്മുടെ ഈ ഇതിൽ അത്യാവശ്യം നെയ്യ് ഇട്ടിട്ടുള്ള കാരണം. എന്നാലും ഇടാം, നമുക്ക് ഒരു ധൈര്യത്തിന് പിടിക്കാതിരിക്കുമല്ലോ എന്നുള്ളൊരിത്.
അതും അതേപോലെ തന്നെ നമുക്ക് കിണ്ണത്തിൽ ഇതാ ടീസ്പൂൺ ഉണ്ട്. അല്ലുവാ നോക്കിയാൽ അല്ലു എത്ര നേരം ഞാൻ ചക്ക പറിക്കുമ്പോൾ തൊട്ട് ഈ ഭാഗത്ത് ചുറ്റിപ്പറ്റിയിരിക്കണത് അവള്. മഴ പെയ്തപ്പോൾ ഒന്ന് നീങ്ങിപ്പോയിതാ. അപ്പം ഞാനൊരു കിണ്ണത്തിലേക്കുള്ളതും അതേപോലെ ഒരു ഡെവറയിലേക്കുള്ളതും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ ഞാനിതാ ഈ ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഒരു സാധനം കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മളുണ്ടല്ലോ നമ്മുടെ ചക്ക കൊണ്ടുള്ള അത് ചക്ക വരട്ടിയിട്ട് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നീക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളേരൊക്കെ ഒന്ന് ചെരുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഞാനുണ്ടല്ലോ ചക്ക കൊണ്ടുള്ള കോഴിക്കോട്ടയാണ് ഇനി ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ 2 ഗ്ലാസിൻ്റെ അടിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം വേണ്ടി വരില്ല കേട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ മതിയാവും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇതാ നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ പൊടിയിലേക്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിയിലേക്കൊക്കെ വേണ്ടിയിട്ട് പൊടി നന്നായി വേവിക്കില്ലേ, ആ രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ 2 ഗ്ലാസ് വെള്ളം എടുത്ത കാരണം എനിക്ക് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമായ കാരണം തന്നെ പൊടിയിൽ കിടന്നിട്ട് വെന്ത് കിട്ടും നമ്മുടെ ഈ പൊടി വെള്ളത്തിൽ. 1 ടീസ്പൂൺ കൊണ്ട് നോക്കി നന്നായി ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ പൊടി ഇതാ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയിട്ട് അത് ചൂടാറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളരുത്. അത്രയും ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ പൊടി കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ നോക്കി കുറച്ച് നാളികേരം ചെരുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെരുകിയ നാളികേരം നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി നല്ലോണം ഒരു മുറിയേക്കാളും കൂടുതൽ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നെയ്യിൽ വറുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഈ നാളികേരം ഈ ചക്ക വരട്ടിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്ക വരട്ടിയത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചക്കട ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ചക്ക പായസം ഉണ്ടാക്കാൻ ഇതിനൊക്കെയാണ് ഈ ചക്ക വരട്ടിയത് നമ്മൾ ഉപയോഗിക്കുക. കാരണം ചക്കയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്കിങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഇതാ നാളികേരോ നമ്മുടെ ചക്ക വരട്ടിയതും ഒക്കെ കൂടിയിട്ട് നോക്കി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. ഇനിയിപ്പോൾ നമ്മുടെ പൊടി ചൂടാറിയോ നോക്കട്ടെ കേട്ടോ. നമ്മുടെ പൊടി അത്യാവശ്യം നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടി ഇങ്ങനെ കുഴച്ച് കൊടുക്കണം നമ്മൾ ആദ്യം. നമ്മുടെ പത്തിരിയിലേക്ക് വയ്ക്കും കുഴക്കിയിട്ട് അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. പത്തിരി നൂലപ്പത്തിലൊക്കെ നമ്മൾ ആക്കില്ല, നന്നായി പൊടി വേവിച്ചിട്ട് ആ രീതിയിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് അമർത്തി കുഴച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴികൾ നന്നായിട്ട് മത്സരിച്ചിട്ട് കൂണുണ്ട്, എന്താണാവോ. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് അത്യാവശ്യം ഒരു ബോൾ പോലത്തെ പൊടി എടുക്കുക. അപ്പോൾ നമ്മളെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കൈമ പിടിക്കാതിരിക്കും. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് ഈ കൈ ഒന്ന് നനയ്ക്കേണ്ടിട്ട് 2 കൈ വേണം. എന്നിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് വിരലുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ കുഴിയാക്കി എടുക്കണം. നല്ല കനം കുറവിൽ ആക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടാ. എന്താ കോഴിക്കോട്ട നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ അതേ സിസ്റ്റം തന്നെ. ഇത് നമ്മൾ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടാ. പക്ഷെ ടേസ്റ്റ് രണ്ടിനും 2 തരമാണ്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ വയ്ക്കുക. എന്നിട്ടിതാ
കഞ്ഞിയിൽ ഒട്ടിയെടുക്കാം നമ്മൾ. എന്നിട്ട് നമ്മുടെ ഇതിൽ ആവി വന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും ഇതാ ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ കേട്ടാ. അപ്പോൾ നമ്മൾ 6 എണ്ണം വെക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരെണ്ണത്തിനും കൂടി ഉള്ളതുണ്ട് നമുക്ക്. ഇനി നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. തീ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്ന് നോക്കാം കേട്ടോ, എന്തോ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂൺ പോലത്തെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇതിമേ ആവണില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടൊക്കെ ഉണ്ട് കേട്ടോ, എങ്കിൽ ഞാൻ വേഗം മാറ്റി കൊടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള കോഴിക്കട്ട റെഡിയായി. ഇനി നമ്മുടെ ചക്ക വരട്ടിയതൊക്കെ കൂടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ വീതിയുള്ളൊരു ടീസ്പൂണിൻ്റെ ഭാഗം കേട്ടോ, ഈ പിടിക്കുന്ന ഭാഗം. അപ്പോൾ നോക്കിയേ ഉണ്ടാ, ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി അതേപോലെ തന്നെ ഇത് എടുത്ത് നോക്കാം കേട്ടോ. ഞാനിതൊരു പ്ലേറ്റ് എടുക്കട്ടെ ആദ്യം. നോക്കിയേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചക്ക വരട്ടിയതും അതേപോലെ കോഴിക്കോട്ടൊക്കെ ചക്ക ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിനെ വിളിക്കട്ടെ കേട്ടോ. ഒരു കട്ടൻ ചായ കയറ്റി വന്നത്. എന്താ രസം കാണാൻ. അടിപൊളി സാധനം കേട്ടോ അത്. ഇതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. അത്ര രസമായിട്ടുള്ളത് കേട്ടാ. പിന്നെ ഒരു കാര്യം ഇതും കൂടി കൊടുക്കട്ടെ, സ്മിതയുടെ അഭിപ്രായം കൂടിയും ചോദിക്കാം. ഇനിയില്ലേ ഈ വർഷത്തെ ഞങ്ങളുടെ ചക്ക കൊണ്ടുള്ള ചക്കലുവ അതുമാതിരി ചക്ക വരട്ടിയത് ഇതൊക്കെ ഇനി അടുത്ത വർഷം കാണാൻ പറ്റില്ല കേട്ടാ. അല്ലേ, അടുത്ത വർഷമല്ലേ ഇനി ഉണ്ടോ? അത്ര രസമാണത് ശരിക്കും. പിന്നെ ഇത് കോഴിക്കട്ട ഞാനവിടെ കോഴിക്കട്ട എന്ന് പറയും, നീട്ടി പറയും. അതന്നെ, അങ്ങനെ ഒരു തെറ്റല്ല, നമ്മൾ ആ ഒരു ഒഴുക്കല്ല അങ്ങനത്തെ ഒരു സംസാരം വരും പെട്ടെന്ന്. ഇത് അടിപൊളിയാട്ടാ, അത്ര രസം തന്നെയാ ഇതും. അല്ലേ, അപ്പൊ എല്ലാവരും ഇതും കൂടി നോക്കിയോളൂട്ടാ. ഇനി ചക്ക കിട്ടാൻ പാടാവും, ബുദ്ധിമുട്ടാവും. മഴ പെയ്ത് ഒക്കെ മുള വന്ന് തുടങ്ങിണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിണ്ടാവും. പക്ഷെ നമ്മുടെ വിയറ്റ്നാമിലെ ചക്ക പൊടിഞ്ഞു തുടങ്ങിയില്ലേ ചേട്ടാ? അത് ചെറിയ ചക്കകളായി തുടങ്ങി. അപ്പൊ വിയറ്റ്നാമിൽ കൊല്ലത്തില് 3 പ്രാവശ്യമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിയായിട്ട് നമുക്ക് ഫസ്റ്റ് 2 ഇപ്പൊ വീണ്ടും പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നിർത്തല്ലേ, അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.